ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക ഇന്ന് വൈകിട്ട് പുറത്തുവിടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സൂക്ഷ്മമായ പരിശോധന തുടരും. ദൌത്യമേഖലയിലുള്ള സേനാംഗങ്ങൾ ചർച്ച ചെയ്ത് തിരച്ചിൽ മേഖലകൾ തീരുമാനിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. റേഷൻ കാർഡ് വഴി ആദ്യം വോട്ടർ പട്ടികയായിരുന്നു, പക്ഷെ അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞവരുണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ റേഷൻ കാർഡുകളിലൂടെയുള്ള ലിസ്റ്റ്, പിന്നെ അംഗനവാടി ആശാ വർക്കർമാരുടെ സഹായത്തോടു കൂടിയുള്ള ലിസ്റ്റ്, LSTDക്ക് മേപ്പാടി പഞ്ചായത്തിൽ വളരെ സമഗ്രമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലിനീകരണ വിരുദ്ധ സംവിധാനമുണ്ട്, ഹരിത കർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത്. അവരുടെ പൂർണ്ണമായ രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്റർ ഇതെല്ലാം വെച്ചുകൊണ്ട് ആകെ ലിസ്റ്റ് എടുത്ത് അതിൽ പുറത്തു നിൽക്കുന്നവരെ കൃത്യമായി മാർക്ക് ചെയ്ത് അതിൽ ബാക്കി വരുന്നവരാണ് നമ്മൾ ലിസ്റ്റിലേക്ക് പോവുക. അതോടൊപ്പം പരാതി കിട്ടിയവരും. അല്ല, ഇന്നലെ കിട്ടിയ ചില മൃതദേഹങ്ങളുണ്ട്. അത് അൺക്ലെയിംഡ് ആവണമെങ്കിൽ ഒരു കൃത്യമായൊരു സമയം വേണം. അത് നോക്കിയതിന് ശേഷമേ നമുക്ക് അക്കാര്യം പറയാം. വീടുകളുടെ കണക്ക് ഇന്നലെ മുതൽ PWDയും LSTDയും എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അവർ ആ ലിസ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ ജില്ലാ ഭരണകൂടത്തിൽ അത് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു കട്ടൻട്രിയായി തീരുമാനിക്കേണ്ടതല്ല, സൈന്യത്തിന് കൂടി പറയേണ്ടതാണ്. സൈന്യം ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നവരാണ്. അവർ വളരെ സിൻസിയറായി ആത്മാർത്ഥമായി നമ്മുടെ ടീമിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അവർ കൂടി അതൊന്ന് സ്വയം നോക്കട്ടെ, ഞങ്ങളുടെ പ്രവർത്തനം ഏതുവരെ ആയി എന്നുള്ളത് അവർ നോക്കി ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. ഇതിനൊന്നും അങ്ങനെ കണക്കില്ല. നമുക്ക് പരസ്പരം സംസാരിച്ചും പരസ്പരം തീരുമാനിച്ചും പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ പോകേണ്ടതാണ്. സൈന്യം സാധാരണ നിലയിൽ പറയുക, പിന്നെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കളക്ടറുടെ നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ പോകൂ എന്നാണ്. നമ്മൾ അവരോട് പറയുക, അവരുടെ അന്വേഷണത്തിൻ്റെ ഒരു സംവിധാനം ഏതുവരെ പോയി എന്ന് നോക്കി ഈ കാര്യങ്ങളിൽ ഇനിയും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ എന്ന് അവരാണ് പറയേണ്ടത്. അവർ കൂടി അതൊരു പരിശോധന നടത്തുന്നുണ്ട്. ബെയിലി പാലം എന്തായാലും നമുക്കൊരു വലിയ ഉപകാരപ്രദമായി. അത് തൽക്കാലം ഇവിടെ തന്നെ നിർത്താൻ തന്നെയാണ് സൈന്യം നമ്മളുമായി സംസാരിച്ചിട്ടുള്ളത്.